rocking out, headbang going out of my mind. Coming hot, going down, big enough, I leave a crater when I dive. See it from the bird's eye. I'm ready to taste no more nights to slow pick up. ഹായ്, നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ നോക്കിയത് കഴിഞ്ഞ സെക്ഷൻ വരെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് എങ്ങനെയാണ് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നത്, പ്രോഡക്റ്റ് പേജിൽ എങ്ങനെയാണ് ഡേറ്റ പേജിനേറ്റ് ചെയ്ത് കാണുന്നത്, അതൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്. ഈ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂസർ മാനേജ്മെൻ്റ് ആണ്. യൂസർ മാനേജ്മെൻറ്റ് ഇൻ ദ സെൻസ് നമുക്ക് നമ്മുടെ ഈ കമേഴ്ഷ്യൽ ആപ്ലിക്കേഷനിൽ ഒരു യൂസർ ലോഗിൻ ചെയ്തിട്ടായിരിക്കും അവർക്ക് കാർട്ടിലേക്ക് ഡേറ്റ ആഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ അവരുടെ ഓർഡറുകൾ മാനേജ് ചെയ്യുന്നതും എല്ലാം നമുക്ക് അതായത് യൂസർ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന സെക്ഷൻസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നോക്കിയത് പ്രൊഡക്റ്റ് പേജ് ആയിരുന്നു അല്ലേ. അതായത് നമ്മുടെ ബാക്ക് എൻഡിൽ ആഡ് ചെയ്ത പ്രൊഡക്ട്സുകൾ ലിസ്റ്റ് ചെയ്യാനുള്ള പേജായിരുന്നു നമ്മൾ നോക്കിയിരുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തത് യൂസർ ആഡ് ചെയ്തിരിക്കുന്നത്, അതായത് ബാക്ക് എൻഡിൽ നമ്മൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റുകൾ നമ്മൾ ടെംപ്ലേറ്റിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്തിരുന്നത്. ആ സമയത്ത് നമ്മളൊരു പേജിനേറ്റ് ചെയ്ത് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് വീതമാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത് ആക്ച്വലി നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരു ആകെ ഒരു 6 പേജ് ഉള്ളത് കൊണ്ട് നമ്മൾ 1 ഇട്ടതാണ്. നമ്മുടെ പേജിന് ശേഷം നമുക്കൊരു 2 വെക്കാം. ജസ്റ്റ് ഞാൻ പേജിനേഷൻ ഒരു 2 പേജിൻ്റെയൊക്കെ, അതായത് നമ്മളിവിടെ പേജിനേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് നമ്പർ ഓഫ് പേജസ് എന്നുള്ളത് ഒരു 2 ആക്കി. ഞാൻ ഒന്നുകൂടെ പറയാമേ. നമ്മളിവിടെ ഈ പേജിനേറ്റർ നമ്മുടെ views.py പ്രൊഡക്ട്സിന്റെ views.py നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ എഴുതിയ ഫംഗ്ഷൻ ലിസ്റ്റ് പ്രൊഡക്ട്സ്, ആ ലിസ്റ്റ് പ്രൊഡക്ട്സിന്റെ പേജിനേറ്ററിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് 2 ആക്കി കൊടുത്തു. അപ്പോൾ അതായത് 2 പേജിന്റെ പേജിനേഷൻ ആണ് ഇപ്പം നടക്കുന്നത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ വരണം. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് വെറുതെ ഈ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ആ ടെംപ്ലേറ്റ് ആണ്, ടെംപ്ലേറ്റിലെ ഡിസ്ക്രിപ്ഷൻ ആണ് ലോഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഏത് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്താലും ഇദ്ദേഹത്തിന്റെ ഇമേജ് തന്നെയാണ് ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കി അറിയാം. നമ്മളവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന ഇമേജിൽ ഒരു പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിന്റെ URL കൊടുത്തിരിക്കുന്നു. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് എടുത്ത് നോക്കി അറിയാം. ഇതിനകത്ത് നമ്മുടെ ഇമേജിൽ ഡീറ്റെയിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നൊരു ഹൈപ്പർ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഉള്ള അതിൻ്റെ URL ഇവിടെ ലോഡാവും. യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ടെംപ്ലേറ്റ് ലോഡ് ചെയ്യാൻ മാത്രമാണ് ചെയ്തേക്കുന്നത്. അതായത് urls.py എത്തുന്നു. ഇവിടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിൽ ഡീറ്റെയിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിനകത്ത് നോക്കിയറിയാം. ജസ്റ്റ് നമ്മളവിടെ ഡേറ്റയൊന്നും സെർവറിൽ നിന്ന് ഡേറ്റയൊന്നും പാസ് ചെയ്യുന്നില്ല, ടെംപ്ലേറ്റ് മാത്രം നേരിട്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ നമുക്ക് ആക്ച്വലി അവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റ് ആണോ യൂസർ ക്ലിക്ക് ചെയ്തത് അത് സെർവറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ID പാസ് ചെയ്ത് കൊടുക്കുക. ആ ID ബേസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് നമ്മുടെ ഡീഗിൽ നിന്ന് എടുത്തിട്ട് ആ ഡേറ്റ വേണം ഇവിടെ ലോഡ് ചെയ്യിക്കാൻ വേണ്ടി. ഓക്കെ, അത് നമ്മൾ മൂവിയിലൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് ചെയ്യാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ID പാസ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി നേരത്തെ നമ്മൾ ചെയ്ത അതേ കാര്യം തന്നെ ആ മൂവിയുടെ ട്യൂട്ടോറിയൽ ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ എഡിറ്റിലും ഒക്കെ നമ്മളിവിടെ നേരെ സ്പേസ് ഇട്ടിട്ട് പ്രൊഡക്റ്റ് ID, അതായത് ഡീറ്റെയിൽ പ്രൊഡക്റ്റിനൊപ്പം product.id എന്ന് പറഞ്ഞ് അതോടെ പാസ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റിന്റെ ID പാസ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. നമ്മുടെ URLസിനകത്ത് നമ്മളത് റിസീവ് ചെയ്യാനുള്ള ഒന്നും എഴുതിയിട്ടില്ല. URLs പഴയ പോലെ തന്നെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. റിഫ്രഷ് ചെയ്യുക, കണ്ടോ ഇപ്പോൾ ഇവിടെ നോ റിവേഴ്സ് മാച്ച് എന്ന് പറഞ്ഞ ഇഷ്യൂ ആണ്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ കൊടുത്ത പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് /ID കൂടെ കൊടുത്തതിന് മാച്ച് ആയിട്ടുള്ള ഒരു URL ഇവിടെ വന്നിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ ഇത്രയും ചെയ്യാം. ഒരു / ഇടുക, അവിടെ വെറുതെ ജസ്റ്റ് PK എന്ന് പറഞ്ഞു. അതായത് ഇവിടെ നമുക്ക് മാച്ച് ഇവിടെ ആക്ച്വലി നമ്മുടെ ടെംപ്ലേറ്റിൽ ഇപ്പോൾ വരുന്ന URL എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് /1 അല്ലെങ്കിൽ /2 ഇങ്ങനെ ഒരു URL ആണ്. ആ URL മാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പാറ്റേൺ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. വെറുതെ നമ്മൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ മാച്ച് ചെയ്യുന്ന പാറ്റേൺ വരില്ല. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഈ PK എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ID എത്തും. അതേപോലെ ആ ID നമ്മുടെ റിക്വസ്റ്റ് ഈ / വന്നിരിക്കുന്ന ഈ ID, ഇവിടെ വന്നിരിക്കുന്ന ID നമ്മുടെ ഡീറ്റെയിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുകയും ചെയ്യും. നേരെ റിഫ്രഷ് ചെയ്യണം. കണ്ടോ, റിഫ്രഷ് ചെയ്തപ്പോൾ അത് ഓക്കെ ആയി.
ഇനിയിപ്പം ഇവിടെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്താൽ നോക്കിയാൽ അറിയാം എന്താണ് അവിടെ വന്നിരിക്കുന്ന URL. അതിന് വേണ്ടി നമ്മൾ ഇൻസ്പെക്ട് എലമെന്റ് എടുത്ത് നോക്കാം. ഇതുണ്ടോ URL വന്നിരിക്കുന്നുണ്ടോ, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് /1. ഓക്കെ, ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഏതാണ് ആ പ്രൊഡക്റ്റിന്റെ ID ആണ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് /2. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു URL ടാഗിൽ നമ്മുടെ ടെംപ്ലേറ്റിൽ ഈ URL ടാഗ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ഏതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിന്റെ ID മാറി മാറി വന്നു. അടുത്തായിട്ട് ഇതിൽ നമ്മൾ നേരെ നമ്മുടെ urls.py വരുന്നു. അതിനകത്ത് PK നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തുപോലെ തന്നെ ഈ ഡീറ്റെയിൽ പ്രൊഡക്റ്റിനകത്ത് ഈ PK റിസീവ് ചെയ്യാനുള്ള കോഡ് കൂടെ എഴുതും. അതിന് വേണ്ടി ഇവിടെ ഒരാർഗ്യുമെന്റ് ആഡ് ചെയ്യുന്നു PK. ഇത് PK ഞാൻ വേരിയബിൾ കൊടുത്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാവേ. PK എന്നുള്ള മീനിങ് ഞാൻ PK കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴും ടെംപ്ലേറ്റ് തന്നെയാണ് ലോഡ് ചെയ്യുന്നത്, കാരണം നമ്മൾ വ്യൂസിനകത്ത് അതിനുള്ള ഫംഗ്ഷൻസ് ഒന്നും എഴുതിയില്ല. അടുത്ത നമ്മൾ ഈ PK യൂസ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് ഗെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഈ product.details.html എത്തിക്കുക. ഡീറ്റെയിൽ പ്രൊഡക്റ്റിലെത്തി. അതിനുശേഷം നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ ആ പ്രോഡക്റ്റ് ഫെച്ച് ചെയ്തെടുക്കുക. അതിന് വേണ്ടി product.objects.get PK = P. ഓക്കെ, ഈ PK എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈമറി കീ എന്നുള്ളതാണ്. PK എന്ന് കൊടുത്താലും ID എന്ന് കൊടുത്താലും ഒക്കെ ഇത് വർക്കാവും. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങനെയാണ് ഡേറ്റ ടെംപ്ലേറ്റിലേക്ക് പാസ് ചെയ്യുന്നത്? ഒരു ഡിക്ഷണറി ആയിട്ടല്ലേ, അതിനുവേണ്ടി ഒരു ഡിക്ഷണറി ഡിഫൈൻ ചെയ്യുന്നു. കോൺടെക്സ്റ്റ് ഡിക്ഷണറി ഡിഫൈൻ ചെയ്യുന്നു. ഈ ഡിക്ഷണറിയുടെ കീ പ്രൊഡക്റ്റ് എന്നിട്ടു, വാല്യൂ നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, ഈ കോൺടെക്സ്റ്റ് ഡിക്ഷണറിയുടെ നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷൻ റെൻഡർ ചെയ്യുന്ന ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആയിട്ട് ഈ ഡിക്ഷണറിയുടെ പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ product.detail.html പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ ഡേറ്റ ഒന്ന് ഡിസ്പ്ലേ ചെയ്യിച്ചാൽ മതി. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഓക്കെ, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ പേജിലെത്തി. ഇതിനകത്ത് അത് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കുറെ കാര്യം. ഒന്ന് ഇമേജ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഇവിടെ സൈസ് ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ട് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഈ 4 ഇമേജ് വേണ്ട, കാരണം നമ്മൾക്ക് സിംഗിൾ ഇമേജേ ഉള്ളൂ. അപ്പം നമുക്ക് ആ 4 ഇമേജ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ആ സ്മോൾ ഇമേജ് റോ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഇമേജ് ലോഡ് ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ ഇമേജിന്റെ ലിങ്ക് എന്തായിരുന്നു? നമ്മൾ ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ലിസ്റ്റിനകത്ത് കാണിച്ചിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇപ്പുറത്ത് വരുന്നത്. നമ്മളിവിടെ ഇമേജ് ലോഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടിരുന്ന ലിങ്ക് ഇതുണ്ട്, product.image.url. ഇതേ സാധനം തന്നെ അവിടെ ഇടുക ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, അടുത്ത ടൈറ്റിലും കൊടുക്കുക product.title. ഓക്കെ, താഴെ ഒരു സ്മോൾ ഡിസ്ക്രിപ്ഷൻ, വേരിയന്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കതില്ല, തൽക്കാലം ഞാൻ ചുമ്മാ ടൈറ്റിൽ തന്നെ അവിടെ ഇട്ട് കൊടുക്കുന്നു. പിന്നെ പ്രൈസ് ആണ് കൊടുത്തിരിക്കുന്നത്, $, എത്രയാണെന്നുള്ളത്. ആ പ്രൈസ് നേരെ product.price. ഓക്കെ, പിന്നെ ആഡ് ടു കാർട്ട് ഒരു ഹൈപ്പർ ലിങ്ക് ഇട്ട്, പിന്നെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ. അവിടെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷനാണ് വേണ്ടത്.
അതിനുവേണ്ടി പ്രൊഡക്റ്റ് ഡോട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ടൈറ്റിൽ മാറി, ബ്രോഡ് പ്രൊഡക്റ്റ് 3 പ്രൈസ് മാറി, അതുപോലെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് വന്നു. ഓക്കെ, നമ്മൾ ഇനി വേറെ ഏതെങ്കിലും പ്രൊഡക്ട്സ് എടുത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജായി, അതുപോലെ ടൈറ്റിൽ മാറി, ഡിസ്ക്രിപ്ഷൻ ഏതാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ ലോഡ് ആവുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ പേജ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മൂവ് ചെയ്ത സമയത്ത് കവർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് രണ്ടാമത്തെ സെക്ഷനിൽ ഇത് നമ്മുടെ ഇതിനകത്ത് വാച്ച് ചെയ്താലും മതി. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് പേജ് ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലേ. ഈ പ്രൊഡക്റ്റ് പേജിൽ തന്നെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞ വേറൊരു കാര്യമായിരുന്നു പ്രയോറിറ്റി അല്ലെ. പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രൊഡക്റ്റാണ് ആദ്യം ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രയോറിറ്റി ഇവിടെ നമ്മൾ ഒരു ഫീൽഡ് നമ്മൾ മോഡൽ ഡിസൈൻ ചെയ്ത സമയത്ത് ആഡ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ആ പ്രയോറിറ്റിയുടെ ആഡ് ചെയ്യാം. പ്രയോറിറ്റി ആഡ് ചെയ്യാൻ വേണ്ടി അതായത് നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് നമ്മുടെ ഡിസ്പ്ലേയിൽ ആദ്യം വരേണ്ടത്, അതേപോലെ ഹോം പേജിനകത്ത് ഈ ഫീച്ചേർഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ആദ്യത്തെ നാലെണ്ണം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ അന്ന് പ്രയോറിറ്റി ഉദ്ദേശിച്ച് ഫീൽഡ് ഇട്ടത്. അതിന് വേണ്ടി ഞാൻ പ്രൊഡക്റ്റിൻ്റെ ഡേറ്റ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും അഡ്മിനായിട്ട് ലോഗിൻ ചെയ്യുന്നു. ഞാൻ ബ്രോ യൂസർ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്തു. പാസ്വേഡ് ഓക്കെ, ഞാൻ ലോഗിൻ ചെയ്തു. അതിനുശേഷം ഞാൻ പ്രൊഡക്റ്റിനെല്ലാം പ്രയോറിറ്റി കൊടുക്കുകയാണ്. പ്രൊഡക്റ്റ് 1 കിടക്കുന്നു. പ്രൊഡക്റ്റ് 2 എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് 3 2 കിടക്കട്ടെ. നമ്മൾ പ്രയോറിറ്റി ഒരു നമ്പർ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം പേരൂടെ ഞാൻ മാറ്റുകയാണ്. നമ്മൾ എല്ലാ പ്രൊഡക്റ്റിനും ഒരു പ്രയോറിറ്റി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ആ പ്രയോറിറ്റി ഓർഡറിലായിരിക്കും പ്രൊഡക്റ്റ് പിന്നെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി വരേണ്ടത്. ഓക്കെ, അതിനുശേഷം പ്രയോറിറ്റി ഇട്ട് കൊടുത്തു. നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും ചേഞ്ചസേ വരുത്തുന്നുള്ളൂ. ജസ്റ്റ് നമ്മുടെ views.py വരിക. അതിനുശേഷം നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഡോട്ട് ഓൾ, അതായത് നമുക്ക് ഇപ്പൊ ചെയ്തിരിക്കുന്നത് നേരെ നമ്മുടെ ബാക്ക് എൻഡിൽ കിടക്കുന്ന പ്രൊഡക്റ്റ് ഡേറ്റ നേരെ ഫെച്ച് ചെയ്തെടുക്കുന്നു, അത് നേരെ ഡിസ്പ്ലേയിലേക്ക് കൊടുക്കുന്നു. നമ്മൾ അതിനൊപ്പം ഒരു ഫീൽഡ് ആഡ് ചെയ്യുകയാണ്. ജസ്റ്റ് ഓൾ എന്നുള്ളത് മാറ്റിയിട്ട് ഓർഡർ ബൈ. ഇത് നേരത്തെ നമ്മൾ ഇതിന്റെ മോഡലിന്റെ കൊറി സെറ്റ് ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഓർഡർ ബൈയെ പറ്റി പറഞ്ഞിരുന്നു. ഓർഡർ ബൈ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ആർഗ്യുമെന്റായി കൊടുക്കുന്ന ഏത് ഫീൽഡ് ആണോ ആ ഫീൽഡിന്റെ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്തിട്ടായിരിക്കും ഡേറ്റ വരുന്നത്. ഞാൻ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡ് അതായത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രയോറിറ്റി ഫീൽഡാണ്. അതിന് വേണ്ടി ഞാൻ പ്രയോറിറ്റി എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്തിട്ടായിരിക്കും ഡേറ്റ വരുന്നത്. നോക്കി അറിയാം. ഈ നേരെ ഹോമിൽ വന്നു, പ്രൊഡക്ഷൻ വന്നു. ഓക്കെ, കണ്ടോ, ഇപ്പൊ ഒന്നാമത് പ്രൊഡക്റ്റ് 1 ആദ്യം, അടുത്തത് 3 വന്നു, 2, അതായത് ആ ഓർഡറിലാണ് ഇപ്പൊ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഈ പ്രയോറിറ്റിയുടെ തിരിച്ച ഓർഡറില്ല, അതായത് ഏറ്റവും പ്രയോറിറ്റി കൂടുതലാണ് ആദ്യം വരേണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു മൈനസ് ഇടുക മാത്രം മതി. ഇത് ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഏറ്റവും ഹൈ പ്രയോറിറ്റി ഉള്ളത് ആദ്യം വരും, പിന്നീട് ഇതുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് പേജ് കംപ്ലീറ്റ് ആയി. ഇതിനകത്ത് നമ്മൾ പേജിനേഷൻ ചെയ്തു, അതുപോലെ പ്രയോറിറ്റി വൈസ് ചെയ്തിട്ടാണ് ഡാറ്റ ലോഡ് ചെയ്യുന്നത്.
അല്ല ഒരു പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഹോം പേജിലേക്ക് വരുന്നു. ഹോം പേജിൽ നമ്മുടെ ടെംപ്ലേറ്റ് എന്താണോ അത് തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാവുന്ന ലിങ്ക് എന്ന് പറയുന്നത് ഇത് നമുക്ക് എടുത്ത് കളഞ്ഞേക്കാം. ഹോം പേജ് വരുന്നത് ഈ index.html എന്ന് പറയുന്ന ടെംപ്ലേറ്റിലാണ്. index.html ഇതിനകത്ത് ബാനർ ഉണ്ട്, കണ്ടന്റ് ഉണ്ട്. ഹോം പേജ് കണ്ടന്റ്. ഓക്കെ, ഇതിൽ ആദ്യം ഒരു കാറ്റഗറീസ് ഇട്ടിട്ടുണ്ട്. കാറ്റഗറീസ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ടെംപ്ലേറ്റ് വൃത്തിയിടാൻ നോക്കാം. ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ഫീച്ചർഡ് പ്രോഡക്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഏറ്റവും ഹൈ പ്രയോറിറ്റി ഉള്ള, അതായത് നമ്മുടെ പ്രയോറിറ്റി വൈസ് ഉള്ള ആദ്യത്തെ 4 മാത്രം ഇവിടെ ലോഡ് ചെയ്യിപ്പിക്കാം. അത് ഡിസ്പ്ലേ ചെയ്യാം. ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ആഡ് ചെയ്ത് 4 ഡിസ്പ്ലേ ചെയ്യും. അതിനുവേണ്ടി നമുക്ക് നേരെ ഹോം പേജിന്റെ index.html വന്നു. അതായത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചർഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആദ്യത്തെ 4 പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു. ലേറ്റസ്റ്റ് പ്രോഡക്റ്റും എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്ത 4 പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു. ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് ഒരു റോ മതി തൽക്കാലം. 4 പ്രൊഡക്റ്റ്. ഫീച്ചർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് ആയത്തത്. അതിന് വേണ്ടി നമ്മൾ വീണ്ടും പ്രൊഡക്ട്സ് പേജിലെത്തി. views.py. ഇപ്പം നമ്മുടെ ഹോം പേജിന് ഇൻഡെക്സ് നേരെ റെൻഡർ ചെയ്യാനേ കൊടുത്തിട്ടുള്ളായിരുന്നു. നമ്മളവിടെ നമ്മുടെ ലിസ്റ്റ് പ്രൊഡക്റ്റിന്റെ പോലെ തന്നെ ഇത് എടുക്കുന്നു. പ്രൊഡക്റ്റ് ലിസ്റ്റ് എടുക്കുന്ന പോലെ എടുക്കും. നമുക്ക് ഈ പ്രൊഡക്റ്റ് ലിസ്റ്റിനകത്ത് ഇപ്പൊ കംപ്ലീറ്റ് പ്രൊഡക്ട്സ് ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്നുള്ളത് ഫീച്ചർഡ് പ്രൊഡക്റ്റ് എന്നാക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചർഡ് പ്രൊഡക്റ്റിനകത്ത് എല്ലാ പ്രൊഡക്ട്സും വേണ്ട, ഒരു ആദ്യത്തെ 4 പ്രൊഡക്റ്റ് മാത്രം കിട്ടാനായിട്ട് നമ്മൾ പൈത്തൺ ലിസ്റ്റിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. എത്ര പ്രൊഡക്ട്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് എഴുതുക. ഫുൾ കോളൻ, അതായത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഫുൾ കോളൻ 4 എന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ഡേറ്റയിൽ നിന്ന് ആദ്യത്തെ 4 ഡേറ്റ മാത്രം ആയിരിക്കും ഇവിടെ റിട്ടേൺ ആവുന്നത്. 3 എന്നിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ വരുന്നതിൽ നിന്ന് ആദ്യത്തെ 3 മാത്രമായിരിക്കും റിട്ടേൺ ആവുന്നത്. ഇത് ഓർഡർ ബൈ പ്രയോറിറ്റി എടുത്തിട്ട് ഫുൾ കോളൻ 4 എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി വൈസുള്ള ആദ്യത്തെ 4 ആയിരിക്കും ഇവിടെ റിട്ടേൺ ആവുന്നത്. അതുപോലെ തന്നെ ഇനിയും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് വേണം. ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി അറിയാം, നമുക്കിപ്പോൾ ഓർഡർ ബൈ തന്നെ യൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. എങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ബൈ പ്രയോറിറ്റിക്ക് വരെ നമ്മൾ ഓർഡർ ബൈ ID കൊടുക്കുക. ഓക്കെ, അതായത് ഇവിടെ പ്രയോറിറ്റി നെഗറ്റീവ് കളഞ്ഞേക്കാം, കാരണം നമുക്ക് മൈനസ് ഉള്ളത് വേണം ടോപ്പിൽ വരാൻ, കുറവുള്ളത് വേണം ടോപ്പിൽ വരാൻ. ID കേസിൽ അങ്ങനെയല്ല, ഏറ്റവും കൂടുതലുള്ള ID, അതായത് ഓരോ തവണ നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴും ID ഇൻക്രിമെന്റ് ചെയ്താണ് വരുന്നത്. അതിൽ ഏറ്റവും ഹൈ ഉള്ള ID ആദ്യത്തെ 4 ആയിരിക്കണം നമുക്ക് ഇവിടെ വേണ്ടത്. അതായിരിക്കും ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത്. അതിനുശേഷം നമ്മൾ കോൺടാക്ട് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഡിക്ഷണറിയിൽ 2 കാര്യങ്ങൾ, ഒന്ന് ഫീച്ചർഡ് പ്രൊഡക്റ്റ്, 2 ലേറ്റസ്റ്റ് പ്രൊഡക്ട്സ് എന്നാക്കിയേക്കോടെ മൾട്ടിപ്പിൾ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, 2 ആഡ് ചെയ്യുന്നു. ഇനി അത് നമ്മൾ index.html ഈ കോൺടാക്ട് ഡിക്ഷണറിയുടെ പാസ് ചെയ്യുന്നു. ഓക്കെ, നേരെ index.html വരുന്നു. index.html ഹോം പേജ് കണ്ടന്റിലെത്തി. ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടല്ലേ, അത് നമ്മുടെ പ്രൊഡക്റ്റിനകത്തുനിന്ന് തന്നെ നമുക്ക് കോപ്പി ചെയ്യാം. അത് തന്നെയാണ് ചെയ്തത്. ഇമേജ് കോളം ഓക്കെ, പ്രൊഡക്റ്റ് ലിസ്റ്റിൽ ചെയ്തിരിക്കുന്നത്
കോപ്പി എടുത്തു index.html വന്നു, ഹോം പേജ് കണ്ടന്റ് വന്നു. അതൊന്നുകൂടെ പറയണേ. അടുത്ത് നമ്മൾ ഹോം പേജിൽ അത് ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. അതിനുവേണ്ടി ഇവിടെ എത്തി. ഇവിടെ ഒരു റോയിൽ 4 എലമെന്റുകൾ മാത്രമാണ് ഡിസ്പ്ലേ വരുന്നത് ഹോം പേജിനകത്ത്. അതിൽ നേരെ നമ്മളൊരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു റോയ്ക്കകത്ത്. ഒരു ഫോർ ലൂപ്പിനെ ടാഗ് ഇട്ടു. ഫോർ പ്രൊഡക്റ്റ് ഇൻ featured products. ഓക്കെ, അതിനകത്ത് ഇതെല്ലാം എടുത്തു കളഞ്ഞ് ഡിവ് 4 ഒരെണ്ണം മാത്രം മതി. ലൂപ്പ് അവിടെ എൻഡ് ചെയ്യണം. ഓക്കെ, റിഫ്രഷ് എടുത്തു. ഫീച്ചേർഡ് പ്രൊഡക്ട്സ് തന്നെ ഇല്ല, സ്പെല്ലിംഗ് product in featured products. use.py letting okay, context was in the index.html home page. എന്നിട്ട് ഫീച്ചേർഡ് പ്രൊഡക്റ്റ് വരെ ഇടാണല്ലോ ഓൺ ഡിസ്പ്ലേ എന്ന് ചോദിച്ചു നോക്കാം. പ്രൊഡക്ട്സിലേക്ക് വന്നു. ഡിക്ഷണറി അത് ഡിസ്പ്ലേ വെച്ച് നോക്കാം. കോണ്ടസ്റ്റ് ഡിസ്പ്ലേ എടുത്തു. എന്തുകൊണ്ടാണ് വരാത്തത് നോക്കാം. റിഫ്രഷ് എടുത്തു. ഓക്കെ, പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, അത് ഡിക്ഷണറിയുടെ സ്ട്രിങ്ങിന് കോട്സ് ഇടാത്തതായിരുന്നു പ്രോബ്ലം. മനസ്സിലായി? അതായത് ഞാൻ ഡിക്ഷണറിക്കകത്ത് മറ്റേ സ്ട്രിങ്ങിന്റെ കോട്സ് ഇട്ടിട്ടില്ല, അതായിരുന്നു വിഷയം. ഇന്നലെ റിഫ്രഷ് എടുക്കും. ഓക്കെ, ഇപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട്. അത് ഞാനിവിടെ ഫീച്ചർഡ് പ്രൊഡക്റ്റ് എന്ന് എഴുതിയിരിക്കുന്നു. ഡിക്ഷണറിയുടെ കീ വാല്യൂവിന് കീക്ക് ഞാൻ ഡബിൾ കോട്സ് ഇട്ടിട്ടില്ലായിരുന്നു. ബേസിക്കലി അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പൈത്തന്റെ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു തെറ്റ്, പൈത്തന്റെ കീ സ്ട്രിങ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അവിടെ എറർ അടിക്കാത്തത്. ഓക്കെ, ഇനി നേരെ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഹോം പേജ് കണ്ടന്റിന്റെ അവിടെ എത്തി. ഓക്കെ, ഇവിടെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിന്റെ അകത്ത് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ആ പ്രൊഡക്റ്റ് ലിസ്റ്റിനകത്ത് അതേ ഫോർമാറ്റ് ആയതുകൊണ്ട് നമുക്ക് അത് നേരെ കോപ്പി ചെയ്തിടാം. കോപ്പി ചെയ്തു. ഇത് പ്രൊഡക്റ്റ് ഐറ്റിൽ ഇമേജ് എന്നുള്ള ഡേറ്റ റിഫ്രഷ് എടുത്തു. ഓക്കെ, ഇപ്പം നമ്മുടെ ഫീച്ചർഡ് പ്രൊഡക്റ്റിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും ഫീച്ചർഡ് ആയിട്ട് ഏറ്റവും ഹൈ പ്രയോറിറ്റി ഉള്ള 4 പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ.
അടുത്തായിട്ട് നമ്മുടെ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റിന്റെ ഡാറ്റ, അതും ഇതേപോലെ തന്നെ കോപ്പി ചെയ്യാം. ഇവിടെ നേരെ നമ്മൾ ജസ്റ്റ് ഇത് തന്നെ നമുക്ക് നേരെ കോപ്പി ചെയ്തെടുക്കാം. ഈ ഫോർ ലൂപ്പ് തന്നെ അവിടെ കോപ്പി ചെയ്തിട്ടാൽ മതി. ജസ്റ്റ് ആ ഫീച്ചർഡ് പ്രൊഡക്റ്റ് എന്നുള്ളത് മാത്രം മാറ്റേണ്ട ആവശ്യമില്ല. ആ റോയ്ക്ക്, അതായത് ലേറ്റസ്റ്റ് പ്രൊഡക്റ്റിന്റെ ഡിവ് റോയ്ക്കകത്ത് തന്നെ നമ്മൾ ഫോർ പ്രൊഡക്റ്റ് ഫീച്ചർഡ് പ്രൊഡക്റ്റ് മാറ്റിയിട്ട് ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് എന്നാണ്. ഓക്കെ, ഇത് നേരെ റിഫ്രഷ് ചെയ്യും. ഇപ്പം നമ്മൾ ഫീച്ചർഡ് പ്രൊഡക്റ്റും കഴിഞ്ഞു, ലേറ്റസ്റ്റ് പ്രൊഡക്റ്റും കഴിഞ്ഞു. അതുപോലെ ഹോം പേജ് ഫിനിഷായി, പ്രൊഡക്ട്സ് പേജ് ഫിനിഷായി. ഈ അടുത്ത് നമ്മൾ അക്കൗണ്ട്സ്, അതായത് യൂസറിന്റെ ലോഗിനും രജിസ്ട്രേഷനുമാണ് നോക്കുന്നത്. ഓക്കെ.